ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ മക്രോണി ഉണ്ടാക്കിയെടുത്താലോ. ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ബിരിയാണിയുടെ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി 800 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇതിനെ നല്ലതായിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ഇവിടെ ചിക്കൻ ഞാൻ വറുത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. 500 ഗ്രാം മക്രോണി ഇതിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മക്രോണി വേണേൽ എടുക്കാം, അല്ലെങ്കിൽ പാസ്ത എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് വേവിച്ചെടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതങ്ങ് മാറ്റി വെക്കാം. 3 വലിയ സവാള ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ചിക്കൻ വറുത്തെടുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാള ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ പകുതി വരെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതങ്ങിട്ട് കൊടുക്കാം. വലിയൊരു ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റൊക്കെ ഇവിടെ പകുതി വരെ വഴണ്ട് വന്നിട്ടുണ്ട്. 2 വലിയ തക്കാളി അരിഞ്ഞതാണ്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-15 പുതിനയിലയും 1 പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് പച്ച സ്മെല്ല് മാറുന്നുണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയുടെ ടേസ്റ്റിലാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. ഇത് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കിയത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ഉണ്ടല്ലോ, അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. മക്രോണിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ മക്രോണിയാണ് ഇത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം, ഒരുപാട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.